ഹലോ, വെൽക്കം ബാക്ക് PSC ക്വസ്റ്റ്യൻ വേൾഡ്. ഈ ക്ലാസ് നമ്മൾ മുന്നേ ലൈവായിട്ട് ചെയ്തു. നെറ്റ് ഇഷ്യൂ കാരണം, അതായത് നമ്മുടെ വീഡിയോ ക്ലാരിറ്റി കുറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേരള ചരിത്രത്തിൽ PSCക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളിലെ 3-ാം പാർട്ടാണിത്. ഇതിൽ നമ്മൾ ബാക്കിയുള്ള 50 ക്വസ്റ്റ്യനാണ് കൊടുക്കുന്നത്. ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം എന്നിവയൊക്കെയാണ് ഈ പാർട്ടിൽ വരുന്നത്. ടോട്ടലി 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഏതാണ്, ആൻസർ ഏതാണ് എന്നൊക്കെ നോക്കാം. കേരളത്തിൻ്റെ 2ാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. ഏതു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് എന്ന നിലയിലാണ് പട്ടം താണുപിള്ള കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നീ കക്ഷികളുടെ പിന്തുണയോടെ സംസ്ഥാന മുഖ്യമന്ത്രിയായത്? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി PSP. കേരളത്തിൻ്റെ ആദ്യത്തെ കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രി R. ശങ്കറാണ്. അദ്ദേഹം സംസ്ഥാനത്തെ എത്രാമത്തെ മുഖ്യമന്ത്രി ആയിരുന്നു? 3ാമത്തെ. 1961 ജൂൺ മാസത്തിൽ ഇടുക്കിയിലെ അമരാവതിയിൽ 11 ദിവസം നീണ്ട സത്യാഗ്രഹം നടത്തിയത് ആരാണ്? AK ഗോപാലൻ. 1970 ജനുവരി 1 കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ്? C. അച്യുതമേനോൻ. 1972 ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ച പ്രമുഖ സംസ്ഥാന മന്ത്രി MN ഗോവിന്ദൻ നായർ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ സിക്കന്ദർ ഭക്ത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ച ശേഷം സംസ്ഥാന ഗവർണറായ ആദ്യ വ്യക്തി P. സദാശിവം. കേരള പരാമർശമുള്ള ഏറ്റവും ആദ്യത്തെ സംസ്കൃത കൃതി ഐതരേയ ആരണ്യകം. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ നദിയെ ഏതു പേരിലാണ് പരാമർശിച്ചിട്ടുള്ളത്? ചൂർണി. കേരള ചരിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രമുഖ സംസ്കൃത മഹാകാവ്യമായ മൂഷകവംശത്തിൻ്റെ രചയിതാവ് അതുലൻ. തച്ചോളിപ്പാട്ടുകൾ, പുത്തൂരം പാട്ടുകൾ എന്നിവ ഏത് നാടൻ പാട്ടുവിഭാഗത്തിൽ പെടുന്നു? വടക്കൻ പാട്ടുകൾ. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തെപ്പറ്റി ശ്രദ്ധേയമായ കുറിപ്പുകൾ എഴുതിയ മഹ്വാൻ ഏത് രാജ്യക്കാരനാണ്? ചൈന. കേരളത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തെപ്പറ്റി പരാമർശിച്ച ആദ്യ വിദേശ ഗ്രന്ഥകാരൻ? ഫ്രിയാർ ജോർഡാനസ്. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധാഹ്വാനം നടത്തിക്കൊണ്ട് ഷൈഖ് സൈനുദ്ദീൻ രചിച്ച ചരിത്രപ്രധാന ഗ്രന്ഥം? തുഫത്തുൽ മുജാഹിദീൻ. പോരാളികൾക്കുള്ള സമ്മാനം. തിരുവിതാംകൂർ ചരിത്രത്തിലെ പ്രധാന വിവരങ്ങൾ അടങ്ങിയ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് V. നാഗം അയ്യ. പ്രശസ്തമായ തിരുവിതാംകൂർ ചരിത്രം എന്ന പ്രാദേശിക ചരിത്രകൃതി രചിച്ചത് P. ശങ്കുണ്ണി മേനോൻ. ചരിത്രപ്രസിദ്ധമായ കൊച്ചി രാജചരിത്രം എന്ന കൃതിയുടെ രചയിതാവ് KP പത്മനാഭ മേനോൻ. 1114 കഥ എന്ന ഗ്രന്ഥം രചിച്ച പ്രമുഖ സ്വതന്ത്ര സമര സേനാനിയായ വനിത? അക്കാമ ചെറിയാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം എത്ര ശതമാനം ഭാഗമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നത്? 63%. ബ്രിട്ടീഷുകാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ പ്രധാന പ്രദേശങ്ങൾ? ബംഗാൾ, ബീഹാർ, ഒഡീഷ. ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പാക്കിയ പ്രധാന ഭൂനികുതി വ്യവസ്ഥ? റയട്ട്വാരി വ്യവസ്ഥ. മഹൽവാരി ഭൂനികുതി വ്യവസ്ഥ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഇന്ത്യയിലെ പ്രദേശം? വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. ബംഗാളിലെ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വർഷം? 1859. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ ഉയർന്നുവന്ന പ്രധാന വിപ്ലവങ്ങൾ ഏവ? സന്യാസി കലാപം, ഫക്കീർ കലാപം. അധിനിവേശ ശക്തികൾക്കെതിരെ ഫറാസി കലാപങ്ങൾ അരങ്ങേറിയത് എവിടെയാണ്? ബംഗാൾ. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വിവിധ കോണുകളിൽ അരങ്ങേറിയ പ്രധാന ഗോത്ര കലാപങ്ങൾ ഏതെല്ലാം? സാന്താൾ, കുറിച്യ, പഹാരിയ, ഭീൽ, കോൾ, മുണ്ട, ഗാസി കലാപങ്ങൾ. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ പാർത്തിരുന്ന പ്രധാന ഗോത്ര ജനത സാന്താൾ വിഭാഗങ്ങൾ.
ചരിത്രപ്രസിദ്ധമായ സാന്താൾ ഗോത്ര കലാപത്തിന് ധീരമായ നേതൃത്വം നൽകിയത് സിന്ധുവും കാൻഹുവും. കൊള്ളപ്പലിശക്കാർ, കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവരുടെ ചൂഷണങ്ങൾക്കെതിരെ ഗോത്രജനത നടത്തിയ വൻ കലാപം സാന്താൾ കലാപം. ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ഏതെല്ലാം വിദേശ ശക്തികൾ തമ്മിലാണ്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. നിലവിലെ ഏത് സംസ്ഥാനത്തിൻ്റെ ഭൂരിപക്ഷ മേഖലകളാണ് ആദ്യകാല കർണാട്ടിക് പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത്? തമിഴ്നാട്. നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കാൻ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്? വെല്ലസി പ്രഭു. അനന്തരാവകാശികളില്ലാത്ത രാജാക്കന്മാരുടെ നാട്ടുരാജ്യങ്ങൾ കൈക്കലാക്കാൻ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്? ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങൾ ഏവ? സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. ഏതു പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? ബംഗാൾ. ബ്രിട്ടീഷ് പീഡനങ്ങൾക്കെതിരെ പെരുവിരൽ മുറിച്ചു മാറ്റിയ ബംഗാളിലെ നെയ്ത്തുകാർ ആരാണ്? നഗോഡകൾ. ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി സർവീസ് ആരംഭിച്ച തീയതി? 1853 ഏപ്രിൽ 16. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് ബന്ധിപ്പിച്ച നഗരങ്ങൾ? ബോംബെ, താനെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം സംഘടിതമായ രീതിയിൽ ആരംഭിച്ചത് എവിടെയാണ്? മീററ്റ്. 1857 വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച അവസാനത്തെ മുഗൾ ഭരണാധികാരി? ബഹദൂർ ഷാ രണ്ടാമൻ. നാനാ സാഹിബ്, ദാന്തിയോ തോപ്പി എന്നിവർ വിപ്ലവത്തിന് ധീരമായ നേതൃത്വം നൽകിയത്? കാൻപൂർ. റാണി ലക്ഷ്മി ബായി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് നേതൃത്വം നൽകിയത്? ഝാൻസി. ലക്നൌവിലെ ശക്തമായ ചെറുത്തുനിൽപ്പിന് ധീരമായി നേതൃത്വം നൽകിയത്? ബീഗം ഹസ്രത്ത് മഹൽ. ഫൈസാബാദിൽ വെച്ച് 1857 കലാപം നയിച്ച പ്രമുഖ നേതാവ്? മൗലവി അഹമ്മദുള്ള. അരയിൽ ബ്രിട്ടീഷ് സൈനികർക്കെതിരെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ബീഹാറിലാണ് കാൻവർ സിംഗ്. വിപ്ലവത്തിനൊടുവിൽ ബ്രിട്ടീഷുകാർ പിടിയിലായ ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് എവിടേക്കാണ്? റങ്കൂൺ, മ്യാൻമാർ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ആദ്യത്തെ ധീരനായ രക്തസാക്ഷി? മംഗൾ പാണ്ഡെ. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ? വാലന്റൈൻ ഷിറോൾ. ഇതൊക്കെയാണ് ചരിത്രവുമായി ബന്ധപ്പെട്ട് PSC ആവർത്തിച്ച് ചോദിക്കുന്നതും PSCക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് അടുത്ത് കാണാം. അപ്പോൾ അടുത്തത് 4ാമത്തെ പാർട്ട്.